ശ്രീ അഡ്വക്കേറ്റ് ശ്രീ പത്മനാഭൻ, സ്വാഭാവികമായിട്ടും രണ്ട് അതിഥികളും കൃത്യമായി തന്നെ പോയിന്റ് ഔട്ട് ചെയ്ത ചില കാര്യങ്ങളുണ്ട്. അത് അങ്ങയുടെ ഒരു വിലയിരുത്തലും വിശദീകരണവും ഒരു പ്രതികരണവും ഈ വിഷയത്തിൽ വേണം. അതിനുശേഷം ഞാൻ ശ്രീ റെജി ലൂക്കോസിലേക്ക് കൂടി പോവാം. അല്ല, ഇതിൽ ആദ്യം ഒന്ന് മനസ്സിലാക്കേണ്ടത് SFIO ചാർജ് ഷീറ്റ് ഫയൽ ചെയ്ത് കഴിഞ്ഞു. ആരാ പറഞ്ഞ SFIOൻ്റെ അന്വേഷണം കഴിഞ്ഞിട്ടില്ല എന്ന്? SFIO ചാർജ് ഷീറ്റ് ഫയൽ ചെയ്തു. വീണ വിജയൻ ഉൾപ്പെടെയുള്ള ആളുകൾക്കെതിരെ SFIO ചാർജ് ഷീറ്റ് ഫയൽ ചെയ്തു. അത് എറണാകുളത്തെ എക്കണോമിക് ഒഫൻസസ് കോർട്ടിലാണ് ഫയൽ ചെയ്തിരിക്കുന്നത്. അതിൽ സമൻസ് അയക്കാനുള്ള തീരുമാനത്തിലായിരുന്നു അവിടുത്തെ ഡിസ്ട്രിക്ട് ജഡ്ജ്. അപ്പോഴാണ് ഇവർ ഹൈക്കോടതിയിൽ പോയിട്ട് അതിൻ്റെ തുടർ നടപടികളിൽ സ്റ്റേ വാങ്ങിയിരിക്കുകയാണ്. കേരള ഹൈക്കോടതിയിൽ പോയി സ്റ്റേ വാങ്ങിച്ചിരിക്കുകയാണ്. ഇനിയിപ്പോൾ അത് തുടർ നടപടി സ്റ്റേ ചെയ്യണോ വേണ്ടയോ എന്ന് ഹൈക്കോടതി തീരുമാനിച്ചു കഴിഞ്ഞാലാണ് ആ ചാർജ് ഷീറ്റിൻ്റെ മുകളിലുള്ള ഫർദർ പ്രൊസീഡിങ്സ് മുന്നോട്ട് പോവുക. പിന്നെ ഈ രമേശ് ചെന്നിത്തലയും പ്രതിപക്ഷ നേതാവും ഒക്കെ പറയുന്നത്, ഞാൻ ചോദിക്കട്ടെ, ലാവ്ലിൻ കേസ് പ്രിവെൻഷൻ ഓഫ് കറപ്ഷൻ ആക്ട് പ്രകാരമുള്ള കേസായിരുന്നില്ലേ? അറസ്റ്റ് ചെയ്യാൻ പ്രൊവിഷൻ ഉണ്ടായിരുന്നില്ലേ? അല്ലേ? ലാവ്ലിൻ കേസ് പ്രിവെൻഷൻ ഓഫ് കറപ്ഷൻ ആക്ട് പ്രകാരമുള്ള അറസ്റ്റ് ചെയ്യാൻ പ്രൊവിഷനുള്ള കേസായിരുന്നു. പിണറായി വിജയൻ പ്രതിയായിരുന്നല്ലോ. അദ്ദേഹത്തെ അറസ്റ്റ് ചെയ്തുവോ? അദ്ദേഹം മുൻകൂർ ജാമ്യം എടുത്തിട്ടില്ലല്ലോ. ഇല്ലല്ലോ, അദ്ദേഹം മുൻകൂർ ജാമ്യം എടുത്തിട്ടില്ല. കേസിൽ അദ്ദേഹത്തെ അറസ്റ്റ് ചെയ്തോ? കോൺഗ്രസ് ഇന്ത്യ ഭരിക്കുമ്പോൾ അദ്ദേഹത്തെ അറസ്റ്റ് ചെയ്തോ? അറസ്റ്റ് ചെയ്തിട്ടില്ലല്ലോ. അപ്പോൾ കോൺഗ്രസ്സുകാർ പിന്നെ എന്തായി പറയുന്നത്? പിന്നെ കോൺഗ്രസ്സുകാരുടെ വാദം, ഞാൻ ഏറ്റവും തമാശയായിട്ടൊരു കാര്യം പറയാം. ഈ ഡൽഹി മദ്യ അഴിമതി പുറത്തു വന്നപ്പോൾ അത് പുറത്തു വരുന്നത് എങ്ങനെയാണ്? ആദ്യത്തെ പരാതി കൊടുക്കുന്നത് കോൺഗ്രസിൻ്റെ ഡൽഹി PCCIയുടെ പ്രസിഡന്റ് അനിൽ ചൗധരിയാണ്. ഫസ്റ്റ് കംപ്ലൈൻറ്റ് ബിഫോർ ദി ഡൽഹി പോലീസ് കമ്മീഷണർ ആരാണ്? PCCയുടെ പ്രസിഡന്റ് അനിൽ ചൗധരി. അതായത് ഡൽഹിയിലെ അഴിമതി, ഈ മദ്യ നയത്തിൽ വലിയ കോടിക്കണക്കിന് രൂപ അഴിമതി നടന്നിട്ടുണ്ട്. മദ്യ മോണോപ്പള്ളി അവർ സൃഷ്ടിച്ചിട്ടുണ്ട്. അതുകൊണ്ട് അതിൽ അന്വേഷണം വേണമെന്ന് പറഞ്ഞു. അതേ അരവിന്ദ് കെജ്രിവാളിനെ അറസ്റ്റ് ചെയ്ത സമയത്ത് ഇവർ എടുത്ത നിലപാടെന്താ? പിന്നീട് ആ ഡൽഹി അഴിമതി കേസിൽ ഇവരെടുത്ത നിലപാടെന്താ? അപ്പോൾ അതൊന്നും പറയേണ്ട ആവശ്യമില്ല. ഇതൊക്കെ കോൺഗ്രസ്സുകാർക്ക് പിണറായി വിജയനെതിരെ ED നോട്ടീസ് അയച്ചാൽ അത് അവർക്ക് പോരാ, പെട്ടെന്ന് അറസ്റ്റ് ചെയ്യണം. എന്നാൽ സോണിയാഗാന്ധിക്കും രാഹുൽ ഗാന്ധിക്ക് ED നോട്ടീസ് അയച്ചപ്പോഴോ ഡൽഹിയിൽ വലിയ ജാഥയായിരുന്നു. ഇപ്പോൾ തോമസ് ഐസക്ക് പറഞ്ഞതൊക്കെ ചെറിയ കാര്യമാണ്. വലിയ ജാഥയായി കുറേ കോൺഗ്രസ്സുകാർ ആനയിച്ച് എന്തോ വലിയ അവാർഡ് വാങ്ങാൻ കൊണ്ടുപോകും പോലെയാണ് സോണിയാഗാന്ധിയെ രാഹുൽ ഗാന്ധിയെ ആനയിച്ച് ED ഓഫീസിലേക്ക് കൊണ്ടുപോയത്. ഇപ്പം ഇതൊക്കെ എല്ലാവരും അവർക്ക് സൗകര്യമുള്ള രീതിയിലാണ് പ്രതികരിക്കുക. ഇവിടെ പ്രശ്നം എന്താണ്? ഇവിടെ അയച്ചിരിക്കുന്ന നോട്ടീസിൽ പറഞ്ഞിരിക്കുന്ന കുറ്റം ഞാൻ മനസ്സിലാക്കുന്നത്, ഒന്ന്, അമിതമായ പലിശയ്ക്ക് കടം എടുത്തു, അതിലും കുറച്ച് പലിശയ്ക്ക് കേരളത്തിൽ കിട്ടുമായിരുന്നു. രണ്ട്, അവർ അങ്ങനെ കിട്ടിയ പൈസ കൊണ്ട് ഇവിടെ ഭൂമി വാങ്ങി, ഇവിടെ ഒരു എന്താ പറയുക, ഒരു കച്ചവട മനോഭാവത്തോടു കൂടി, ഒരു റിയൽ എസ്റ്റേറ്റ് മനോഭാവത്തോടു കൂടി ഭൂമി വാങ്ങി. പിന്നെ ഈ റിസർവ് ബാങ്കിൻ്റെ ചില കണ്ടീഷൻ വെച്ച് കൊടുത്ത പെർമിഷനുകൾ ലംഘിക്കപ്പെട്ടിട്ടുണ്ട്. റിസർവ് ബാങ്ക് എന്തിനെങ്കിലും ഒരു പെർമിഷൻ കൊടുക്കുമ്പോൾ അതിന് ചില കണ്ടീഷൻ ഉണ്ടാവും. ആ കണ്ടീഷൻ വയലേറ്റ് ചെയ്യപ്പെട്ടിട്ടുണ്ട്. അതുവഴി ഫെമ വയലേഷൻ ഉണ്ടായിട്ടുണ്ട്. പിന്നെ കൺട്രോളർ ആൻഡ് ഓഡിറ്റർ ജനറൽ കിഫ്ബിയുടെ പ്രവർത്തനത്തെ പറ്റി മോശമായ പരാമർശം രേഖപ്പെടുത്തിയിട്ടുണ്ട്. ഇതൊക്കെയാണല്ലോ ഈ പറഞ്ഞ കാര്യങ്ങൾക്ക് ആസ്പദം. അപ്പോൾ ഇത് ബേസിക്കലി ഇത് ഒരു ഫൈൻ വിളിക്കേണ്ട കുറ്റമാണ്. അപ്പോൾ ആ കുറ്റത്തിന് ഇങ്ങനെയല്ലേ ഒരു നടപടി ഉണ്ടാവുള്ളൂ? അങ്ങനെ ഒരു നടപടി ഉണ്ടാവുള്ളൂ. അപ്പോൾ പിന്നെ ED നിങ്ങൾക്ക് കുറ്റം പറയാം, ആരെയും കുറ്റം പറയാലോ. ഇപ്പം കുറ്റം പറയുന്നതിന് ഇപ്പം എന്താ? ഒരു അന്വേഷണ ഏജൻസിക്ക് ആളുകളുടെ സർട്ടിഫിക്കറ്റ് അനുസരിച്ച് പ്രവർത്തിക്കാൻ പറ്റുമോ? അന്വേഷണ ഏജൻസിക്ക് നിയമപ്രകാരം മാത്രമേ പ്രവർത്തിക്കാൻ പറ്റുള്ളൂ. അന്വേഷണ ഏജൻസി നിയമത്തിനനുസൃതമായി പ്രവർത്തിക്കുന്നു. അപ്പോൾ ഞാൻ പറയാം, ഇപ്പോൾ കേജ്രിവാളിൻ്റെ വിഷയത്തിൽ ഒരു കൗതുകകരമായൊരു കാര്യമുണ്ട്. കേജ്രിവാൾ ഗോവയിൽ തെരഞ്ഞെടുപ്പ് പ്രചരണത്തിന് പോയി. തെരഞ്ഞെടുപ്പ് പ്രചരണത്തിന് പോയപ്പോൾ അവിടെ ഒരു 7 സ്റ്റാർ ഹോട്ടലിലാണ് താമസിച്ചത്. 7 സ്റ്റാർ ഹോട്ടലിൽ. ഈ 7 സ്റ്റാർ ഹോട്ടലിൻ്റെ ബില്ല് മൊത്തമായിട്ടും ഡൽഹി ഗവൺമെൻറ്റിന് പേ ചെയ്യാൻ പറ്റില്ല. കാരണം ഡൽഹി ഗവൺമെൻറ്റിന് ചില റൂൾസ് ആൻഡ് റെഗുലേഷൻസ് ഉണ്ട്. അത് CM ആണെങ്കിലും ഗവർണർ ആണെങ്കിലും ഒരു ദിവസം ഇത്ര രൂപയാണ് അവരുടെ TA, അതുപോലെ തന്നെ സ്റ്റേ അലവൻസ്, ഹോട്ടൽ ബില്ല് ഇത്ര കണ്ടിട്ടേ കൊടുക്കാൻ പറ്റുള്ളൂ. അപ്പോൾ അവരെന്താ ചെയ്തത്? അത്രയും പൈസ ഡൽഹി ഗവൺമെൻറ്റിനെ കൊണ്ട് ബാക്കി
തെലുങ്കാനയിലെ ഈ മദ്യ ഇടപാട് നടത്തിയ കമ്പനിയെ കൊണ്ട് പേ ചെയ്യിപ്പിച്ചു. അവിടെ തെളിവുണ്ട്. ആ 7 സ്റ്റാർ ഹോട്ടലിലെ ബില്ല് ഒരു പാർട്ട് പേ ചെയ്തത് ഡൽഹി ഗവൺമെൻറ്റും മറ്റേ പാർട്ട് പേ ചെയ്തത് ഈ പറഞ്ഞ തെലുങ്കാന കമ്പനിയുമാണ്. അപ്പോൾ അത് ആം ആദ്മി പാർട്ടിക്ക് കിട്ടിയ ഒരു പൈസയായി കണക്കാക്കപ്പെട്ടു. ഇത് ഡൽഹി ഹൈക്കോടതിയുടെ മുമ്പിൽ ചൂണ്ടിക്കാണിക്കപ്പെട്ടപ്പോൾ ഡൽഹി ഹൈക്കോടതി പറഞ്ഞു, പിന്നെ നിങ്ങൾ എന്തുകൊണ്ട് ആം ആദ്മി പാർട്ടിയെ പ്രതിയാക്കുന്നില്ല എന്ന് ഡൽഹി ഹൈക്കോടതി ചോദിച്ചു. അപ്പോഴാണ് ആം ആദ്മി പാർട്ടി പ്രതിയാവുന്നത്. അങ്ങനെയാണ് അതിൻ്റെ കൺവീനറായ കേജ്രിവാൾ പ്രതിയാവുന്നത്, അയാൾ അറസ്റ്റിലാവുന്നത്. അപ്പോൾ ഇതിൻ്റെയൊക്കെ പിന്നിൽ ചില തെളിവുകളും ചില സാങ്കേതികത്വങ്ങളുമുണ്ട്. അങ്ങനെ നിലവിലുള്ള നിയമപ്രകാരം ഒരു നോട്ടീസ് കൊടുത്തിരിക്കുകയാണ്. ആ നോട്ടീസിൽ എന്ത് സംഭവിക്കുമെന്ന് നമുക്ക് പ്രവചിക്കാൻ പറ്റുമോ? ഇപ്പോൾ നമുക്ക് പ്രവചിക്കാൻ പറ്റുമോ? ഇതങ്ങനെ പ്രവചിക്കേണ്ട കാര്യമൊന്നുമല്ലല്ലോ. അപ്പോൾ ഇത് നടപടി ആരംഭിച്ചപ്പോൾ അതിന് അവർക്ക് കോടതിയിൽ പോകാനുള്ള ഈ രാജ്യത്ത് അതിനുള്ള അവകാശം ഉണ്ടല്ലോ. ഇപ്പോൾ SFIO ചാർജ് ഷീറ്റ് ഫയൽ ചെയ്തിട്ടും പിണറായി വിജയൻ്റെ മകൾക്കും ആ കമ്പനിയുടെ ഉടമസ്ഥന്മാർക്കുമെതിരെ ഫയൽ ചെയ്തപ്പോൾ ആ കമ്പനിയുടെ ഉടമസ്ഥന്മാർ ഹൈക്കോടതിയിൽ പോയി സ്റ്റേ വാങ്ങിച്ചിരിക്കുകയാണ്. അപ്പോൾ ഇതൊക്കെ നമ്മുടെ നാട്ടിലെ നിയമപ്രകാരം നടക്കുന്ന പ്രവൃത്തിയാണ്. പേഴ്സണലായ ഇൻവോൾവ്മെൻറ്റ്, സ്വന്തം ആവശ്യങ്ങൾക്ക് വേണ്ടി ഇൻവോൾവ്മെൻ്റ് ആവുമ്പോഴാണ് അറസ്റ്റിലേക്ക് നീങ്ങുന്നത്. അങ്ങനെയാണ് അറസ്റ്റിലേക്ക് നീങ്ങുന്നത്. അവിടെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ചോദ്യം ഇവർ ചൂണ്ടിക്കാണിക്കുന്നത് ശ്രീ പത്മനാഭൻ, ഇത് ഈ സമയത്ത് തെരഞ്ഞെടുപ്പ് അടുക്കുമ്പോൾ വരുമ്പോൾ ഈ നോട്ടീസ് വരുമ്പോൾ സ്വാഭാവികമായിട്ടും CPM-ന് വീണ്ടും ഇരവാദം പറയാനൊരു അവസരം കിട്ടുകയാണ് എന്ന രീതിയിലുള്ളൊരു വ്യാഖ്യാനമാണ് പ്രതിപക്ഷം മുന്നോട്ട് വയ്ക്കുന്നത്. ഇതാ കേന്ദ്ര ഏജൻസികളൊക്കെ ഞങ്ങൾ വേട്ടയാടുന്നു, ഇത് നോക്കൂ നിങ്ങൾ, അതുകൊണ്ട് ഞങ്ങളെ ജയിപ്പിക്കൂ, ഞങ്ങൾക്ക് കൂടുതൽ ശക്തി തരൂ എന്ന രീതിയിലേക്കൊരു വ്യാഖ്യാനം കേരളത്തിലേക്ക് പോകുന്നു എന്നതാണ് വിശേഷിച്ച് കോൺഗ്രസ് ഉൾപ്പെടെ ചൂണ്ടിക്കാണിക്കുന്നത്. ശ്രീ പത്മനാഭൻ, രണ്ട് കാര്യമാണ്. ഒന്ന്, ലോകസഭാ തെരഞ്ഞെടുപ്പാണോ പ്രാധാന്യമുള്ള തെരഞ്ഞെടുപ്പ്, പഞ്ചായത്ത് ഇലക്ഷനാണോ പ്രാധാന്യമുള്ള തെരഞ്ഞെടുപ്പ്? ഇന്ത്യ ആര് ഭരിക്കണം, അടുത്ത 5 വർഷം ഈ രാജ്യം ആര് ഭരിക്കണം എന്ന് തീരുമാനിക്കുന്ന തെരഞ്ഞെടുപ്പാണ് ലോകസഭാ തെരഞ്ഞെടുപ്പ്. അടുത്ത 5 വർഷം നിങ്ങളെ പഞ്ചായത്ത് ആര് ഭരിക്കണം എന്ന് തീരുമാനിക്കുന്ന തെരഞ്ഞെടുപ്പാണ് പഞ്ചായത്ത് ഇലക്ഷൻ. രണ്ടും മോശമല്ല, പക്ഷേ ഇത് രണ്ടും കമ്പയർ ചെയ്യുമ്പോൾ പ്രാധാന്യമുള്ള തെരഞ്ഞെടുപ്പ് എപ്പോഴും ലോക്സഭാ തെരഞ്ഞെടുപ്പാണ്. ആ ലോകസഭാ തെരഞ്ഞെടുപ്പ് സമയത്ത് നോട്ടീസ് അയച്ചില്ലല്ലോ. അങ്ങനെയാണെങ്കിൽ അപ്പോഴല്ലേ നോട്ടീസ് അയക്കേണ്ടത്? ഇത് ലോകസഭാ തെരഞ്ഞെടുപ്പ് സമയത്താണ് നോട്ടീസ് അയച്ചെങ്കിൽ മനസ്സിലാക്കാം. അപ്പോൾ ലോക്സഭാ തെരഞ്ഞെടുപ്പ് സമയത്തല്ല നോട്ടീസ് അയച്ചത്, പഞ്ചായത്ത് ഇലക്ഷൻ. സ്വാഭാവികമായിട്ടും പഞ്ചായത്ത് ഇലക്ഷൻ വരും പോകും, 5 കൊല്ലം കൂടുമ്പോൾ ഇലക്ഷൻ വരും പോകും. അപ്പോൾ ലോക്സഭാ തെരഞ്ഞെടുപ്പ് സമയത്ത് അയക്കാത്ത നോട്ടീസ് ഇപ്പം വന്നത് തെരഞ്ഞെടുപ്പിന് വേണ്ടിയാണെന്ന് പറയുന്നതിൽ എന്താ അർത്ഥമുള്ളത്? 2, ഇതല്ലേ കേജ്രിവാളും പറഞ്ഞത്, ഇതല്ലേ ജനങ്ങളോട് കേജ്രിവാൾ പറഞ്ഞത്, എന്നെ പീഡിപ്പിക്കുകയാണ്, ആം ആദ്മി പാർട്ടിയെ തകർക്കാനുള്ള ശ്രമമാണ്. എന്നിട്ട് ജനങ്ങൾ വിശ്വസിച്ചോ? ജനങ്ങൾ കേജ്രിവാളിനെ പരാജയപ്പെടുത്തിയില്ലേ? കേജ്രിവാൾ തോറ്റുപോയില്ലേ? അപ്പോൾ ജനങ്ങൾ എന്താ അത്രയ്ക്ക് വലിയ വിഡ്ഢികളാണ്? നമ്മുടെ രാജ്യത്തെ ജനങ്ങൾ വിഡ്ഢികളാണെന്ന് ദയവ് ചെയ്ത് ആരും വിചാരിക്കരുത്. 75 വർഷത്തിലധികമുള്ള ജനാധിപത്യത്തിൻ്റെ പാർലമെൻ്ററി ജനാധിപത്യത്തിൻ്റെ, പ്രാതിനിധ്യ ജനാധിപത്യത്തിൻ്റെ എക്സ്പീരിയൻസ് ഉള്ളവരാണ് അവർ. അടിയന്തരാവസ്ഥയ്ക്ക് ശേഷം ഇന്ദിരാഗാന്ധിയെ തോൽപ്പിച്ചവരാണവർ. അവർക്ക് നല്ല ബോധവും വിവരമൊക്കെ ഉണ്ട്. അവർക്ക് ഇതൊക്കെ മനസ്സിലാക്കാനുള്ള ശേഷിയുണ്ട്. അങ്ങനെ ജനങ്ങളെ പറ്റിക്കാനുള്ള ആ കാലമൊക്കെ കഴിഞ്ഞുപോയി. അതുകൊണ്ട് ഇത് നിയമപ്രകാരമാണോ, ഇത് ചട്ടപ്രകാരമാണോ, സർക്കാർ ചെയ്യുന്നത് മറ്റെന്തെങ്കിലും ഉദ്ദേശം വെച്ചിട്ടാണോ ഈ അന്വേഷണ ഏജൻസികൾ? ഇതൊക്കെ മനസ്സിലാക്കാൻ ശേഷിയുള്ളവരാണ് പ്രത്യേകിച്ച് കേരളത്തിലെ ജനങ്ങൾ. കാരണം വലിയ സാക്ഷരതയുണ്ട് എന്ന് അവകാശപ്പെടുന്നവരാണ്.